എന്താണെന്നറിയില്ല, ആളില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നല്ല ഫിലിമാണെന്ന് അറിഞ്ഞു വരുമ്പോൾ ബാക്കിയുള്ളവർ കയറുമായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ 35-50 വയസ്സിനിടയിലുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ അവരറിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വീണ്ടും വന്ന് കാണുന്ന സിനിമയായിരിക്കും. സ്കൂളിലെ കുട്ടികളെ കൂടി പോലും അവർക്ക് ബസ്സിൽ കൊണ്ടുവന്ന് കാണിക്കാൻ തക്കവണ്ണമുള്ള ഒരു മെസ്സേജ് ഉൾപ്പെടുന്ന സിജു വിൽസൺ, മാത്യു തോമസ് കൂടാതെ ധാരാളം പുതുമുഖങ്ങൾ കൂടി അണിനിരക്കുന്ന സമാധാന പുസ്തകം റിലീസാണ്. സിനിമയുണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. നല്ല പടത്തിന് എൻ്റെ അഭിപ്രായം ഞാനിത് കണ്ടതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ ടു ആൾ. പക്ഷേ ഇത് കാണേണ്ടതാണ്. എല്ലാ സ്കൂളിലെ കുട്ടികളെ കൂടി പോലും അവർക്ക് ബസ്സിൽ കൊണ്ടുവന്ന് കാണിക്കാൻ തക്കവണ്ണമുള്ള ഒരു മെസ്സേജ് ഉൾപ്പെടുന്ന ഒരു പടമാണിത്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് മെസ്സേജ് ടു ദ യങ് ചിൽഡ്രൻ, +1 +2 ചിൽഡ്രൻ. അവർ ഈ സമൂഹത്തിലെ ഇനിയും വളർന്നു വരുന്ന നല്ലൊരു യൂത്താണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ അവർക്ക് ഇടപഴകാനും അതോടൊപ്പം പഠിത്തത്തിനെ ഇത് ബാധിക്കുന്നതേ ഇല്ല. സാംസ്കാരിക രംഗങ്ങളിൽ ഇവർ എങ്ങനെ ഇടപഴകുന്നതിൽ തെറ്റ് കാണരുത് എന്നുള്ളത് ഒരു മെസ്സേജ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ ടീച്ചർ, ദ പ്രിൻസിപ്പൽ ഈസ് ടെല്ലിങ് ദാറ്റ് എന്തൊക്കെ വേണമെങ്കിലും ആയിക്കോ, പെൺകുട്ടികളായി പോവുക, ആൺകുട്ടികളായി പോവുക. ഇത് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നല്ല മെസ്സേജ് ഫ്രം ദ പ്രിൻസിപ്പൽ. എല്ലാ സ്കൂളുകളിലുമുള്ള എല്ലാ പ്രിൻസിപ്പലും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടികൾ പല രീതിയിലും ചീത്തയാക്കാൻ നമുക്ക് സർക്കംസ്റ്റാൻസസ് ഉണ്ട്. പക്ഷേ ആ സർക്കംസ്റ്റാൻസസിലൊന്നും വീഴാതെ ഇടപഴകി കൈകോർത്ത് നിങ്ങൾ നന്നായി പഠിച്ച് നല്ല സമൂഹത്തെ വാർത്തെടുക്കുക. ഒരു നമ്മൾ തണ്ണീർമത്തൻ ദിനങ്ങളെന്നൊക്കെ പറയില്ലേ, ആ സിനിമ പോലെ കണ്ടിരിക്കാൻ പറ്റും. ഒരു പ്രത്യേകിച്ച് എന്ന് പറയാൻ കൗമാരക്കാർക്കൊക്കെ കാണാൻ പറ്റിയ സിനിമയാണ്. പിന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 35 ഈ 2024 ഒരു 35 പിന്നിട്ട ഒരു 50 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ അവരുടെ ഒരു പഴയ കാലം നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സിനിമയാണ്. എന്ന് പറയുമ്പോൾ 1990, 2000 കൗമാര ദിശയിലൊക്കെ ഉള്ളവർക്ക് അവരുടെ പഴയ കാലമൊക്കെ ഓർമ്മിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. വേണമെങ്കിൽ അതിനൊരു സെക്സ് എഡ്യൂക്കേഷൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. യാതൊരു വൾഗാരിറ്റി ഇല്ലാതെ നന്നായിട്ട് പറഞ്ഞു പോകുന്ന കഥ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ യൗവനക്കാർക്കും കാണാം, പഴയ ആൾക്കാർക്ക് അവരുടെ പഴയ കാലമൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഒരു ലാഗുമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് തമാശകളൊന്നുമില്ല, കുറേ റിയാലിറ്റി സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഒരുപാട് പുതുമുഖ. അതിൽ പ്രത്യേകിച്ച് അതിൽ നായകനായിട്ട് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ആദർശ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച മുത്തു എന്ന് പറയുന്നത് പിള്ളേരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഇവിടെ നസ്ലിനൊക്കെ വന്ന ആ ഒരു ഇതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഭാവിയിൽ താരങ്ങളൊക്കെ ആയിട്ട് മാറുമായിരിക്കും. അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് മാത്യൂസ് ഒരു ഗസ്റ്റ് റോളിലാണ്. സിജു വിൽസന് ചെറിയ തുടക്കത്തിലും അവസാനത്തിലും മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു ഭൂതകാലമായിട്ടാണ് ഈ കുട്ടികൾ അവതരിപ്പിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു പുതിയ സംവിധായകനാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ അവർക്ക് മാത്യൂസ് ഒരു ഗസ്റ്റ് റോളിലാണ്. സിജു വിൽസന് ചെറിയ തുടക്കത്തിലും അവസാനത്തിലും മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു ഭൂതകാലമായിട്ടാണ് ഈ കുട്ടികൾ അവതരിപ്പിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു പുതിയ സംവിധായകനാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ഫിലിം. പക്ഷെ എന്താണെന്നറിയില്ല, ആളില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നല്ല ഫിലിമാണെന്ന് അറിഞ്ഞു വരുമ്പോൾ ബാക്കിയുള്ളവർ കയറുമായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ 35-50 വയസ്സിനിടയിലുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ അവരറിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വീണ്ടും വന്ന് കാണുന്ന സിനിമയായിരിക്കും. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പഴയ കാലമൊക്കെ ഓർമ്മ വരുന്ന, എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇൻ്റർനെറ്റും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ അന്നത്തെ ചെറുപ്പക്കാർ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ചെയ്തിരുന്ന ചില കാര്യങ്ങൾ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ